വീണ്ടും ഒരു പൊന്നോണം വരവായി. എൻ്റെ മനസ്സിലെ കുട്ടിക്കാലത്തെ ഓണത്തെപ്പറ്റി കുറച്ച് വരികളാണ് കേട്ടോ. ഓണമായാൽ എൻ്റെ മനസ്സിലെപ്പോഴും ആ പഴയ തറവാടും മുറ്റത്തെ പൂക്കളുമാണ്. ഓണക്കാലമായ കുട്ടികളൊക്കെ ഒരോട്ടാണ് പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് മനോഹരമായ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. തൊടിയിലും പാടവരമ്പിലൂടെയും പുഴക്കരയിലൂടെയും ഒക്കെ പോവും വിവിധ തരത്തിലുള്ള പൂക്കൾ. അന്നൊക്കെ കൊങ്ങിണിപ്പൂ, തുമ്പപ്പൂ, കൃഷ്ണകിരീടം, കാക്കാപ്പൂ, മുക്കുറ്റി, അങ്ങനെ പേരറിയാത്ത ഒരുപാട് പൂക്കളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരിക. എന്നിട്ട് ഓരോ പൂക്കളും വേർതിരിച്ചിട്ടാണ് മുതിർന്നവരൊക്കെ പൂക്കളം ഉണ്ടാക്കിയിരുന്നത്. ഇന്നാണെങ്കിൽ ഉടനെ കടയിൽ പോയി പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ട് ഒന്ന് പെട്ടെന്ന് പൂക്കളം തയ്യാറാക്കിയെടുക്കും. അന്നത്തെ കാലം എന്ത് രസമായിരുന്നു അല്ലേ. പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് എല്ലാവരുടെയും മനസ്സിൽ. മുതിർന്നവരുടെ അനുഗ്രഹം, ഓണപ്പുടവ എല്ലാം ഇട്ട് സദ്യ കഴിക്കാനായുള്ള കാത്തിരിപ്പാണ്. അടുക്കളയിലെ അമ്മമാരെല്ലാം പലതരം കറികളൊക്കെ വിറകടുപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. തേങ്ങ ചിരവിയ വിവിധ ഇനം പായസങ്ങൾ, പച്ചടി, കറികളെല്ലാം എന്തൊരു സ്വാദായിരുന്നു അല്ലേ അന്നത്തെ കറികൾക്കും പായസങ്ങൾക്കെല്ലാം. അതെല്ലാം കഴിഞ്ഞ് വാഴയിലയിൽ എല്ലാ വിഭവങ്ങളും വിളമ്പി പപ്പടം, പഴം, പായസം എല്ലാം ചേർത്ത് വയറ് നിറയെ ഒരു സദ്യ കഴിക്കലാണ്. എല്ലാവരും ഒത്തായിരിക്കും അന്ന് സദ്യ എല്ലാം കഴിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഒന്ന് മയങ്ങിയതിന് ശേഷം വീണ്ടും ഓരോ കളികളിലേക്കായി പോകും. മുതിർന്നവരും കുട്ടികളും ഒക്കെ പല കളികളിലായിരിക്കും. ഇന്നുകൊണ്ട് ആഘോഷങ്ങൾ, എന്നാൽ ആ പഴയ തറവാട്ടുമുറ്റമില്ലല്ലോ. ഓടി നടന്ന് പൂക്കൾ പറിച്ച കാലം, മുറ്റത്തെ വലിയ പൂക്കളം, ഒരുമിച്ചിരുന്ന സദ്യ ഇന്നും മനസ്സിൻ്റെ ഏതോ കോണിൽ അതേ പുതുമയോടെ നിൽക്കുന്നുണ്ട്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ചില ഓർമ്മകൾക്ക് പഴക്കമാവുന്നില്ലല്ലോ. ഓരോ ഓണക്കാലത്തും വീണ്ടും വീണ്ടും അത് ഓർത്തുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.